മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് ഒരു പുനരന്വേഷണം ഓർഡർ ചെയ്ത് പുതിയ ഒരു തെളിവില്ലാതെ 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്ന് ആ ഫൈനൽ എനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. ഞാൻ അന്നു മുതൽ കുറ്റപത്രം സമർപ്പിച്ചത് മുതൽ ഒരു ദിവസം പോലും ഞാൻ കോടതിയിൽ ഞാനോ വക്കീലോ ഹാജരാകാതിരുന്നിട്ടില്ല. ഞാൻ അന്നു മുതൽ സമൻസ് കിട്ടി, ജാമ്യമെടുത്തു. അന്നു മുതൽ ഞാൻ കോടതിയിൽ റെഗുലറായിട്ട് ഞാനോ വക്കീലോ ഹാജരാകുന്ന ഒരു കേസാണ്. നിയമത്തിന്റെ വഴിക്ക് പോയി. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, നിയമത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് നിയമപരമായി നേരിടുകയല്ലാതെ എനിക്ക് വേറെ മാർഗമില്ലല്ലോ. വേറെന്താ മാർഗം? നിയമപരമായി നേരിടുകയല്ലാതെ മാർഗമില്ല. നിരപരാധികൾ എത്ര പേര് ശിക്ഷിക്കപ്പെട്ട് ഇന്ന് ജയിലുകളിൽ കഴിയുന്നുണ്ട്. ഞാൻ 100% ഈ കേസിൽ നിരപരാധിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉത്തമബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കോടതി വിജിലൻസ് അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തതിനകത്ത് 3 പ്രതികൾ, വേറെ 3 പ്രതികളുടെ പേര് ഹൈക്കോടതി വിജിലൻസ് അന്വേഷിച്ച റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്നതാണ്. അത് ഈ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതുപോലെ എ കെ ആന്റണിയുടെ ഭരണകാലത്താണ്, അല്ലാതെ LDFന്റെ ഭരണകാലത്തിൽ. എ കെ ആന്റണിയുടെ ഭരണകാലത്ത് 2002 3 ഡിവൈഎസ്പിമാർ, 2 സർക്കിൾ ഇൻസ്പെക്ടർമാർ, 2 സബ് ഇൻസ്പെക്ടർമാർ അടങ്ങുന്ന സംഘം അന്വേഷിച്ച് ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണെന്ന് 2002 കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നതാണ്. അതിനുശേഷം 2005 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് 2006 പൊടുന്നനവേ ഒരു പുനരന്വേഷണം പ്രഖ്യാപിച്ചു. പുതിയ ഒരു തെളിവുമില്ല, പുതുതായിട്ട് യാതൊരു തെളിവില്ലാത്ത ഇരുന്നിട്ടും ഒരു പുനരന്വേഷണം പ്രഖ്യാപിച്ചു. 3 മാസം കൊണ്ട് കുറ്റപത്രം കൊടുത്തു. അതിന്റെ വിചാരണയിൽ ഞാൻ ഹാജരായി. ഇപ്പോ കോടതി എടുക്കുന്ന എന്ത് തീരുമാനവും ഞാൻ അംഗീകരിക്കും. കോടതിയിലൊക്കെ ബോധിപ്പിച്ചിട്ടുണ്ട്, കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അത് ഇപ്പൊ എന്ത് ചെയ്യാനൊക്കെ, അതിൽ ഞാൻ പറയുന്നത് നിരപരാധികളും ചില കാലഘട്ടങ്ങളിൽ ചില കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ചരിത്രമുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഓക്കെ.